ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളാണ്. രാവിലെ ദോശയും തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സാധാ ദോശയല്ല, ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ. ഞാൻ ആദ്യമേ കുറച്ച് തക്കാളി ചട്നിക്കുള്ള സാധനങ്ങളൊക്കെ തക്കാളിയും ഉള്ളിയും ഒക്കെ അരിഞ്ഞ് വയ്ക്കുവാണ്. അതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് ചായ വെച്ചു. ചായയുടെ പാൽ വെച്ചിട്ടുണ്ട്. ചായ തിളയ്ക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. ചായ ഒഴിച്ചു. അത് കുറച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഉഷാറാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തക്കാളി ചട്നിക്കുള്ള പരിപാടിയാണ്. 2 ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുത്തു. ഉള്ളിയും സബോളയാണ് ഉള്ളിയെന്ന് ഞാൻ പറഞ്ഞ ഉള്ളി, തക്കാളി എല്ലാം ഇട്ട് മൂപ്പിച്ചെടുത്ത് കുറച്ച് മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ച്. പിന്നെ കണ്ടോ, ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഇതാണ്. കുറച്ച് പച്ചരിയും ചെറുപയർ, കടലപ്പരിപ്പ് എല്ലാം കൂടെ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ അത് അരച്ചെടുക്കുക. അത് അരച്ചെടുക്കാൻ നേരത്ത് അതിനകത്ത് 2-3 അല്ലി വെളുത്തുള്ളിയും 2 പീസ് ഇഞ്ചിയും ജീരകവും പിന്നെ പച്ചമുളകും വേണം ഇടാൻ. ഞാൻ പച്ചമുളക് ഇട്ടില്ല, കുഞ്ഞിന് കൊടുക്കാനുള്ളതുകൊണ്ട് പച്ചമുളകൊന്നും ഇട്ടില്ല. ഇതെല്ലാം കൂടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അധികം ലൂസാക്കാതെ നമ്മൾ ഉപ്പുമിട്ട് ഇളക്കി ഇതുപോലെ ദോശ ഉണ്ടാക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ്. ഇന്ന് നമ്മൾ അരിദോശയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ശരിക്കും ലൂസായി കഴിഞ്ഞാൽ പരത്താനൊക്കെ പാടായിരിക്കും. അത് റൗണ്ടായി വരാനും ഇല്ല ഇളകാനൊക്കെ പാടായിരിക്കും. അപ്പം ചെറിയൊരു ഇതേ സൈസിൽ ആക്കിയെടുത്തിട്ട് ദോശ ചുട്ടെടുക്കുക നല്ലതാണ്. അപ്പം അതിൻ്റെ കൂടെ തക്കാളി ചട്നി, ഞാൻ തക്കാളി മൂപ്പിച്ചിട്ട് ഞാൻ പിന്നെ അത് കടു താളിക്കാനൊന്നും നിന്നില്ല, അരച്ചെടുത്ത് അതുപോലെ എടുത്ത് ഇതുപോലെ ദോശ ചുട്ടെടുക്കുക. അപ്പം ഞാൻ വൈകിട്ടുള്ള കുറച്ച് കാഴ്ചകളും കൂടെ ഇതിനകത്ത് വൈകിട്ടെടുത്ത കുറച്ച് വീഡിയോയും കൂടെ ഉൾപ്പെടുത്തുവാണ്. അങ്ങനെ രാവിലെ ഞാൻ ദോശയൊക്കെ ചുട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് പുള്ളിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. പുള്ളി ഡ്യൂട്ടിക്ക് പോയി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള പരിപാടിയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഉച്ചയ്ക്കുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഞാനും മക്കളും കൂടെ വെറുതെ ഇങ്ങനെ നടക്കാമെന്നും പറഞ്ഞിറങ്ങി. പിള്ളേരകത്ത് തന്നെ എപ്പോഴും ഇരിക്കുകയല്ലേ, അവന് അവധിയുള്ളപ്പോഴൊക്കെയല്ലേ നമുക്കൊന്ന് പുറത്ത് പോകാൻ പറ്റൂ. അപ്പം ഞാനും മക്കളും കൂടി നമ്മുടെ അടുത്ത് തന്നെയാണ് കടൽ. അപ്പോൾ കടപ്പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് പോയാൽ മതി, കുറച്ച് നടക്കണം. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും മക്കളും കൂടെ പതിയെ നടന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം കടപ്പുറത്ത് എത്താറായി. നമ്മുടെ വീടിൻ്റെയൊക്കെ ബാക്ക് വശത്തായിട്ടാണ്. കുറച്ച് നടക്കണം. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നവരാണ്. അപ്പോൾ ഈ റോഡിൽ കൂടെ തന്നെ ഇതുവഴി തന്നെ നമുക്ക് സോമനാഥിലും പോകാവേ. അങ്ങനെ പോകുന്ന അങ്ങനെ നമ്മൾ കടപ്പുറത്തെത്തി. കണ്ടോ, അവിടെ ദൂരെ കാണാൻ പറ്റും ബോട്ടുകൾ. കണ്ടോ, നിങ്ങൾക്ക് എത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. വൈകുന്നേരമായില്ലേ, ബോട്ടൊക്കെ കയറാറായി, കരയ്ക്കടുക്കാറായ സമയത്താണ് അത്. അപ്പോൾ അവിടെ ഒരു ചെറിയ അമ്പലമൊക്കെ കണ്ടോ. അവിടെ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരൊക്കെ വരുവേ. ചെറിയൊരു അമ്പലമുണ്ട് അവിടെ. നമ്മളവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ പതിയെ അവിടെ നിന്ന് നടന്നേ. നമ്മൾ നടന്ന് കുറച്ച് അങ്ങ് വരെ പോകാമെന്ന് വിചാരിച്ച്, ഒരു 1.5 കിലോമീറ്റർ വരെ വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച്. പിള്ളേർക്കാണേലും നല്ലതല്ലേ, ചുമ്മാതെ വീട്ടിൽ പിള്ളേരാണേലും അങ്ങനെ ഇരുന്നാൽ എപ്പോഴും വണ്ടിയിൽ പൂക്കും. അതൊക്കെ ഇടയ്ക്ക് നടക്കണം. അല്ലാണ്ട് ആ കാണുന്നതൊക്കെ കുട്ടി കുട്ടി അമ്പലങ്ങളാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പതിയെ ഞങ്ങൾ അമ്മയും മക്കളും കൂടെ നടന്നുകൊണ്ടിരുന്നു. കണ്ടില്ലേ, ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാനുണ്ട്. എല്ലാവരും രാവിലെയും വൈകിട്ടും ഒക്കെ നടക്കാൻ വരും. ഈ സമയത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കുന്നുണ്ട്. അങ്ങേയറ്റം ഒരു എന്താ പറയുക 2-2.5 കിലോമീറ്റർ വരെ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരും. രാവിലെ എല്ലാവരും വരും. മുമ്പൊക്കെ ഞാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 വർഷമായിട്ട്, 2-3 അല്ല
4 വർഷമാവുന്നു. നമ്മുടെ നടപ്പൊക്കെ നിർത്തിയിട്ട്. കാരണം നമുക്കിപ്പോൾ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. കുഞ്ഞ് ചെറുതല്ലേ, അതിനെ ഇട്ടിട്ട് വരാനൊന്നും പറ്റത്തില്ല. മുമ്പൊക്കെ നമ്മളും ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. അപ്പം എൻ്റെ മോൻ വായിൽ കൈ വെച്ച് ഞങ്ങൾ പറയും വായിന്ന് കൈ എടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാനും മക്കളും ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക. കുറച്ച് നേരം അവിടെ വെള്ളത്തിൽ, എൻ്റെ കുഞ്ഞവന് വെള്ളത്തിലിറങ്ങാൻ പേടിയാണേ. അവന് ഭയങ്കര പേടിയാണ്. അവൻ കാറി കൂവും. അത് ഞങ്ങളെ ഇറങ്ങാനും സമ്മതിക്കത്തില്ല. ഞങ്ങളിറങ്ങിയതിന് അവൻ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ കരയിലൊക്കെ തന്നെ ഇങ്ങനെ നിന്ന് അവനെയും കൊണ്ട്. വലിയ മോൻ ഇറങ്ങി പോകുന്നതിനെ ഇവൻ കരഞ്ഞു കൂവി വാ പോണ്ടാന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അവന് വെള്ളം ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സോമനാഥ അമ്പലമേ. ഇവിടെ നിന്നാൽ കാണാം. അങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങാതെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങ് കയറി പോരുന്നു. കാരണം കുഞ്ഞവൻ ഭയങ്കര ബഹളമായിരുന്നു. അവന് പേടിയാണ്. വെള്ളത്തിലിറങ്ങി കണ്ടാൽ പിന്നെ കുഞ്ഞ് അവിടെ നിൽക്കുന്നേ ഇല്ലായിരുന്നു. നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ കുറച്ച് നേരം ഇറങ്ങി വന്ന് നിന്ന് ഞങ്ങൾ 5-6 ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെന്താ, അപ്പം നമ്മുടെ ചെറിയ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും പുറത്തിറങ്ങി ഒന്നുമല്ല. ഇങ്ങനെയൊക്കെ ചില ദിവസങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ പോകണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളേ ഇന്നത്തെ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരും വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.